അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. ഞാൻ അഭിപ്രായം പറയുന്ന ഒരാളാണ്, അഭിപ്രായം പറയുന്ന പ്രതികരിക്കുന്ന ആളാണ്. തുടർച്ചയായിട്ട് ഇപ്പോഴല്ല, ഞാൻ എപ്പോഴും അത് ചെയ്യുന്നതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടതിൽ സ്ത്രീകൾക്ക് ഒരു സഹായം നൽകുന്ന 1000 രൂപ വെച്ച് സഹായം നൽകുന്ന ഒരു പോസ്റ്റ് കണ്ടു. അതായത് ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്, അത് അപേക്ഷ കൊടുക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലാണ് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര സാധാരണക്കാരായ സ്ത്രീകളുണ്ട്. അതായത് വളരെ പാവപ്പെട്ട ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെയാണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന വളരെ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ എത്ര പേര് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കും? എങ്ങനെയാണ് അവരെ അറിയിച്ചിട്ടുള്ളത്? സ്ത്രീകളെ എങ്ങനെയാണ് അറിയിച്ചിട്ടുള്ളത്? അപ്പോൾ അറിയിച്ചാലല്ലേ അവർക്ക് നമ്മളെ വന്ന് നിങ്ങൾക്ക് വന്ന് അപേക്ഷ തരാൻ പറ്റുള്ളൂ. ഒന്ന്, ഇനിയിപ്പം അപേക്ഷ തരാനാണെങ്കിൽ ഇപ്പം അറിഞ്ഞാൽ തന്നെയും അപേക്ഷ തരാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് ഓഫീസിൽ കയറി ഇറങ്ങി, ഇനി അപേക്ഷയിൽ വന്ന് കുത്തില്ല, കോമയില്ല, വള്ളിയില്ല എന്ന് പറഞ്ഞത് റിജക്റ്റ് ചെയ്ത് 4 പ്രാവശ്യം നടത്തിപ്പിച്ച് എന്തിനാണ് അത്രയും ബുദ്ധിമുട്ട്? എല്ലാ വാർഡിലും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ സമയമല്ലേ. അപ്പം തീർച്ചയായിട്ടും വന്ന് എല്ലാ വാർഡിലും ആരൊക്കെയുണ്ട് ആരൊക്കെയില്ല എന്ന് പറഞ്ഞ് വീടാന്തരം കയറി ഇറങ്ങിയ അവസ്ഥയിൽ അവിടെ എത്ര കുട്ടികളുണ്ട്, എത്ര വലിയ ആൾക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അറിയാമല്ലോ. എന്തായാലും മറന്നു പോകാനുള്ള സമയം ആയിട്ടുണ്ടാവില്ല. സോ എന്തായാലും ഡേറ്റാബേസ് കയ്യിലുണ്ട്. അപ്പോൾ ആ ഡേറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എത്ര സ്ത്രീകൾ അവിടെ ഉണ്ട്, അതുപോലെ അവർ ഏതൊക്കെ കാർഡുള്ളവരാണ് എന്നൊക്കെ അറിയാമല്ലോ. ഇനി കാർഡില്ലാത്തവരുണ്ട്, അത് വേറെ വിഷയം. എല്ലാവർക്കും കാർഡില്ലാത്ത അഡ്രസ്സില്ലാത്ത കാർഡില്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. വാടക വീട്ടിലുള്ള അഡ്രസ്സ് വെച്ചിട്ട് മാറി പോകുമ്പോഴത്തേക്കും ആധാർ കാർഡ് ഉണ്ടാവും, പക്ഷേ ഇതുണ്ടാവില്ല, റേഷൻ കാർഡ് ഉണ്ടാവില്ല. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക? അപ്പം ഇവരെയൊക്കെ ഉൾപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് വാർഡ് തലത്തിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതല്ലേ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി എന്ന് പറയുമ്പം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് എടുക്കാമല്ലോ. ഇനി അതിലൊരു അക്കൗണ്ട് നമ്പർ മാത്രമാണ് ആഡ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അത് മാത്രം ഒന്ന് കളക്ട് ചെയ്താൽ പോരെ, അതല്ലേ ഈസിയായി. അപ്പോൾ അത് അല്ലാതെ ഇതിങ്ങനെ ഈ രീതി വെക്കുന്നത് അതേ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ആണോ? ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിച്ചിട്ട് വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയാണ്. ശരിക്കും അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി ലിസ്റ്റ് എടുത്ത് അതിൽ വഴി കൊടുക്കാനുള്ള നടപടി വേണം. ശ്രമിക്കാതല്ല, നടപടി അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന 1947 വണ്ടി കിട്ടാത്ത ആൾക്കാരെല്ലാവർക്കും എത്രയും പെട്ടെന്ന് വണ്ടി പിടിച്ച് 2025 വരണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതായത് എല്ലാവരും പഠിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് കപ്പൽ വന്നു, പ്ലെയിൻ വന്നു, റോഡ് വന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ഈ പറയുന്ന വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്ന് ആ കാലത്തേ ഉള്ളതുപോലെ ഒരു അപ്ഡേഷനും ചെയ്യാതെ ഉള്ള ഒരു രീതിയൊക്കെ ചെയ്യുന്നത് നിർത്തുക. വാർഡ് തലത്തിൽ ഡേറ്റാബേസൊക്കെ റെഡിയാക്കി ഒരു ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുന്നതൊക്കെ വാർഡ് തലത്തിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ വന്ന് ഇതുപോലുള്ള ഒരു ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയമുണ്ടെന്നുള്ളതൊക്കെ അറിയിക്കുന്ന രീതിയിലോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും കിട്ടും ഇൻഫർമേഷൻ, എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കുന്നത് തന്നെ വന്ന് ശരിയായ രീതിയിലല്ല, എല്ലാവർക്കും കിട്ടുന്നില്ല. ഒരു അറിയിപ്പ്, ഇത് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യവും ജനങ്ങളിലോട്ട് എത്തുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വന്ന് പേപ്പറിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടത്തുന്നതല്ലാതെ അത് വന്ന് കിട്ടുന്നത്. അതിലും ഈ പറയുന്ന വിവാദങ്ങളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് ഈ പറയുന്ന ആവശ്യമുള്ള ന്യൂസുകളൊക്കെ മുക്കിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒരു ആധികാരികമായ ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലോട്ട് എത്തിക്കണമെങ്കിൽ ഈ പറയുന്ന ന്യൂസ് പേപ്പറിൽ ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾ പെറുക്കിയെടുത്തോ എന്നുള്ളൊരു ഒരു രീതിയൊക്കെ വന്ന് മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു. അപ്പം ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഈ പറയുന്ന അധികാരികൾ, അപ്പം ഇതിന് മുന്നേ ഇരുന്ന ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും വന്ന് എഡ്യൂക്കേറ്റഡ് അത്രയൊന്നും അല്ല. പക്ഷേ ഇപ്രാവശ്യമുള്ള ഇലക്ഷനിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, യങ്സ്റ്റേഴ്സാണ്. സോ എല്ലാ പുതിയതായിട്ട് അധികാരത്തിൽ വന്ന ആൾക്കാരും ഈ പറയുന്ന വാർഡ് തലത്തിലുള്ള ഡേറ്റാബേസ് വെച്ച് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അതുവഴി അവരെ അറിയിച്ച് അതിൽ നിന്ന് വന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എല്ലാവർക്കും ആ ഒരു എന്താ പറയുക
പരിഗണന ഒരേപോലെ വരുന്ന ആ ഒരു പരിഗണന കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുക. ഇത് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിലും ആദ്യം ആശയവിനിമയം എന്നുള്ളൊരു കാര്യം കറക്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് അവരിലോട്ട് ഇൻഫർമേഷൻ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാനുള്ളൂ. അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വാട്സപ്പ് ഗ്രൂപ്പ്സ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിലധികം ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അത് എങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഈ പറയുന്ന നിലവിലുള്ള ടെക്നോളജിയും നമ്മളുടെ അറിവും നമ്മളുടെ കഴിവും അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പല കാര്യങ്ങളും ഒക്കെ ക്രോഡീകരിച്ചിട്ട് ആ രീതിയിൽ ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക. അറ്റ്ലീസ്റ്റ് നീ പുതിയതായിട്ട് വന്നവരെങ്കിലും 1947 വണ്ടി പിടിച്ച് 2025 കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മിനിസ്റ്റർ ഉൾപ്പെടെ ഇതിനുള്ള നടപടികൾ എടുക്കണം. അതായത് ഒരു ഓപ്ഷൻ എന്ന് വയ്ക്കാതെ നിർബന്ധമായിട്ടും ഈ രീതിയിലായിരിക്കണം കാര്യങ്ങൾ നടത്തണം എന്ന രീതിയിൽ ഒരു സിസ്റ്റം മാറ്റി കൊണ്ടുവരണം എന്നും കൂടി ഞാൻ ഒരു ആവശ്യം കൂടെ ഉന്നയിക്കുന്നുണ്ട്. നന്ദി.